ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനും അറിയിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ വന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒന്നല്ല 2 വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ 2 കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടുകാരിയായിട്ടുള്ളൊരു കൊച്ചൊരു പെൺകുട്ടിയുടെ കാര്യമാണ്. അപ്പം നമ്മളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഈ സൗന്ദര്യത്തിൻ്റെ അല്ലേ. കാരണം ഒന്ന് ശരി കറുപ്പോ വെളുപ്പോ എങ്ങനത്തെയോ ആവട്ടെ, നമ്മൾ ചെന്ന് കണ്ണാടിയുടെ അടുത്ത് നമ്മൾ എന്താണെന്നറിയാം. ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ നമ്മളെന്താണ് എന്ന് ശരിക്കും മനസ്സിലാവും. ശരിക്കും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതല്ല. ഈ മുഖത്ത് കാണുന്നതോ അല്ലെങ്കിൽ ഭയങ്കര ഇത് കാണുന്നതൊന്നും അല്ല സൗന്ദര്യം. നമ്മൾ നിന്ന് നോക്കണം. നമ്മുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ കാണണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നല്ലേ പറ്റൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതല്ലല്ലോ നമ്മൾ. അപ്പം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നല്ലൊരു നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നോക്കണം. നമ്മുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? 2 കൈക്കും കുഴപ്പമില്ലല്ലോ, കണ്ണിന് കുഴപ്പമില്ലല്ലോ, കാണാമല്ലോ, നല്ല ഒരു മുഖമുണ്ട്, എങ്ങും പ്രശ്നമൊന്നുമില്ല, ഓക്കെ അല്ലേ. അപ്പം കാല് നോക്കുമ്പോൾ കാലൊക്കെ, വയറ് സ്റ്റൊമക്ക് പ്രശ്നമില്ല, തലയ്ക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയറാണ്. നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. തമിഴിലൊരു മൊഴിയുണ്ട്, അരുതരുത് മാനിടരാൽ അരുതരുത് കൂനു കുരുട് നീങ്ങി പ്രതലരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുതരുത് മാനിടരാർ അരുതരുത്. നമ്മൾ കാണിച്ച് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഓവറായി കഴിഞ്ഞാൽ മേളിലിരിക്കുന്നവൻ കണക്ക് കുറിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് നാളായി, പിന്നെ നമ്മുടെ ഒരു 3-4-5 വർഷത്തോളമാവും എനിക്കറിയാവുന്ന ഒരു നല്ലൊരമ്മ. ആ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സൗന്ദര്യമായ ഒരു അമ്മയാണെന്നറിയാം. ആ അമ്മയുടെ മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയുണ്ടായി. ആ അമ്മയാണെങ്കിൽ നല്ലപോലെ പഠിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയായിരുന്നു. അങ്ങനെ ആ അമ്മയുടെ മകൻ മരിച്ചതോടുകൂടി എൻ്റെ ദൈവമേ, ഞാൻ ആ അമ്മയെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് അവർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ അമ്മയുടെ ആ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ മാറ്റം. കാരണം ആ അമ്മയുടെ മകൻ മരിച്ചതോടുകൂടി അവരുടെ ഭ്രാന്തിയാണോ അതുമല്ല, ഭ്രാന്തിയല്ലേ അതുമല്ല. ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വഴക്ക് പറയും, എടുക്കും, ചീത്ത പറയും, ചിലപ്പോൾ വേണ്ടി വന്ന ഒരു തല്ലും. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തല്ലിയാൽ ഞങ്ങളുടെ മക്കളാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നാളെയും നിങ്ങളെ വേണം. നിങ്ങളാണ് ഞങ്ങളുടെ സന്തോഷം, നിങ്ങളാണ് ഞങ്ങളുടെ ആനന്ദം, നിങ്ങളാണ് ഞങ്ങളുടെ ലോകം. നിങ്ങളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ കൂടെ തല്ലിയാലും എൻ്റെ കുഞ്ഞിന് നോവരുത്, നൊന്താലും അവൻ നേർപാതയിൽ വരണം എന്നുള്ള ചിന്തയിലാണ് ഒരു മാതാവാവട്ടെ, ഒരു പിതാവാവട്ടെ, ഒരു ജ്യേഷ്ഠനാവട്ടെ, ഒരു ചേച്ചിയാവട്ടെ ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് കിട്ടും എന്നുള്ളൊരു സന്തോഷം. അവർ നേർപാതയിൽ പോയി കഴിയുമ്പോൾ ഇന്ന ആളുടെ മകനാണ് അപ്പോൾ വന്നത്, നല്ല ഒതുക്കമുള്ളൊരു പയ്യൻ അല്ലെങ്കിൽ ഒതുക്കമുള്ള ഒരു നല്ലൊരു കുട്ടിയാണ് അവൾ എന്ന് കേൾക്കുമ്പോൾ ആ തന്തയ്ക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. ഈ പറയുന്ന വ്യക്തിയുടെ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനെ ഇതിനു മുമ്പ് അച്ഛൻ്റെ അച്ഛനെ അറിഞ്ഞിരുന്നത് ആ മകൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ അപ്പൂപ്പനെ അറിഞ്ഞിരുന്നത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനെയും അമ്മയെ അറിയേണ്ടത് നിങ്ങളുടെ പേരിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ
ഒക്കെ നല്ലതായിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം 3-4 വീഡിയോ ഞാൻ കണ്ടു. പൊടിക്കുഞ്ഞുങ്ങളിരുന്നിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് ആരാണ്ട് ഇങ്ങനെ ഫോട്ടോ ഈ വീഡിയോസ് എടുക്കുക. ഈ പൊടിക്കുഞ്ഞുങ്ങളെ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് 8ഉം പൊട്ടും തിരിയാത്ത 5, 4, 5, 6 അത്രയൊക്കെ വരൂ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളിൽ നിന്ന് സിഗരറ്റ് വലിച്ചു വിടുന്നു. എന്നിട്ട് ഇങ്ങനെ രസിക്കുക, തലയാട്ടി. കാലം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ തമ്പുരാന് പോലും അറിയത്തില്ല. ആ അവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ കാലഘട്ടം. ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമ്മൾ ഈ കൂടുതൽ ഇത് ഫോണിൻ്റെ തുപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചു മണ്ണ് തിന്ന്, ഒരു കല്ല് തിന്ന്, അതിന് ഞാൻ വഴക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് സിഗരറ്റ് വലിച്ച് തള്ളുകയാണ്. അപ്പോൾ അതും ഈ സ്കൂൾ യൂണിഫോമിൽ, സ്കൂളിൻ്റെ സൈഡോ വേറെ വല്ല ഇതിൻ്റെയൊക്കെ ആയിരിക്കാം, മേ ബി, നമുക്കറിയത്തില്ല. ഈ തന്തമാർക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ അച്ഛന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ ആൺകുട്ടികളെ ആവട്ടെ പെൺകുട്ടികളെ ആവട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളതിൻ്റെ, മാതാപിതാക്കൾ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുങ്ങൾ നശിച്ചിട്ടുണ്ടോ, അതിന് കാരണക്കാർ അച്ഛനും അമ്മയും തന്നെയാണ്. എന്ന് വെച്ചാൽ ചോദിക്കും, നമ്മളാണോ മേടിച്ചുകൊണ്ട് വന്നാൽ അതുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന്. അല്ല, പക്ഷേ നമ്മൾ തന്നെയാണ് ആദ്യം അതിന് വഴി ഒരുക്കി കൊടുക്കുന്നത്. കാരണം വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പോക്കറ്റുകളൊക്കെ തപ്പി, പിന്നെ സാധനം കൊണ്ടുവയ്ക്കുന്നിടത്തൊക്കെ തപ്പുമ്പോൾ സിഗരറ്റ് പാക്കറ്റിൽ സിഗരറ്റ് ഇല്ലായിരിക്കും, ഇല്ലെങ്കിൽ ബീഡി പാക്കറ്റിൽ ബീഡി ഇല്ലായിരിക്കും. പെട്ടെന്ന് എന്തു പറയും, മോനെ അല്ലെങ്കിൽ മോളെ ഓടിപ്പോയി അപ്പുറത്ത് മാമൻ്റെ കടയിൽ പോയി, അല്ലെങ്കിൽ അപ്പുറത്ത് ആ ചേട്ടൻ്റെ കടയിൽ പോയി, അല്ലെങ്കിൽ ആ അമ്മയുടെ കടയിൽ പോയി എന്ത് വേണം, സിഗരറ്റ് മേടിച്ചുകൊണ്ട് വരിക. ക്യാഷ് കൊടുക്കും. ഇവർ പോയി അന്തസ്സായിട്ട്, അപ്പോഴിവരെ ചിന്ത, സിഗരറ്റ് മേടിക്കുമ്പോൾ ഇത്ര രൂപ, അതിൽ നിന്ന് ഇത്ര രൂപ ബാലൻസ്. അച്ഛാ, ഞാനിത് മേടിച്ചുകൊണ്ട് തരുന്നതിന് മുട്ടായി മേടിച്ചോട്ടെ, ഓക്കെ നീ മേടിച്ചോ. അപ്പോൾ ഈ മുട്ടായി കിട്ടാൻ വേണ്ടി തന്നെ ഈ കുഞ്ഞുങ്ങൾ, അപ്പോഴതുങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി. ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് ഇതിനെ പറ്റിയോ ഇതിൻ്റെ ഗുണം എന്താണെന്നോ ഇതിനറിയത്തില്ല. ഇതുങ്ങളെന്ത് പറയും, എനിക്ക് മുട്ടായി കിട്ടും, എനിക്ക് ആ ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും, അപ്പം ഞാനെന്ത് ചെയ്യാം, പോയി സിഗരറ്റ് മേടിക്കാം, ബീഡി മേടിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ചിന്ത. അല്ലാണ്ട് ഇല്ല, അത് മേടിക്കണമെന്നുള്ള അല്ല ചിന്ത. നമുക്കിത് മേടിക്കുമ്പോൾ അച്ഛൻ എനിക്ക് മുട്ടായി മേടിക്കാൻ കാശ് തരും, അപ്പം നമുക്കത് പോയി മുട്ടായി മേടിക്കാം എന്നുള്ളൊരൊറ്റ ചിന്തയാണ്. ഇതുങ്ങൾ പോയിട്ട് സിഗരറ്റും മേടിച്ച്, ബാലൻസ് കാശുണ്ടെങ്കിൽ അതിന് മുട്ടായും മേടിച്ച്, അല്ലെങ്കിൽ സിഗരറ്റിന് സെപ്പറേറ്റ് കാശ് കൊടുത്തിട്ട് മുട്ടായിക്ക് സെപ്പറേറ്റ് കാശ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ വരും. ഇത് നമ്മൾ കൈക്കൂലി പോലാക്കി, അതൊരു കൈക്കൂലിയാണത്. മുതലിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൈക്കൂലിയാണ്. അത് നിങ്ങൾ മേടിച്ചുകൊണ്ടൊരു അന്തസ്സായിട്ട് അച്ഛൻ പുകച്ച് തള്ളും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞ് മേടിച്ചെങ്കിൽ ആ ധൈര്യം അവന് വരും. നാളെ എന്ത് ചെയ്യും, ഇതേ കടയിൽ പോയി അവൻ സിഗരറ്റ് മേടിക്കും. അപ്പോഴീ കടക്കാരുടെ ചിന്ത എന്താ, അവൻ്റെ അച്ഛന് വേണ്ടിയാണ്, അവൻ്റെ മുത്തച്ഛന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ മാമന് വേണ്ടിയാണ് എന്നുള്ള ചിന്തകൾ മാത്രമേ ഈ കടക്കാർക്ക് വരും. ഈ കടക്കാരെന്തിനാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്, ഇത് വിറ്റ് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് അവരത് വെച്ചിരിക്കുന്നത്, അത് വിൽക്കാതിരിക്കത്തില്ല. അപ്പോൾ അതുങ്ങൾ മാനമായിട്ട് വരും, കാശ് കൊടുക്കും, മേടിക്കും, പോകും, ചെയ്യും. ഇവർ എവിടെ പോകുന്നതെന്ന് ഇവരുടെ പിന്നാലെ ആരും പോകാൻ പോകുന്നില്ല. അവസാനം കുറച്ച് ദിവസം കഴിയുമ്പം അച്ഛൻ ഇത് വലിക്കുന്നു, മുറിവീടി പറക്കാൻ തുടങ്ങും. എങ്ങനെ, നമ്മൾ വലിച്ചു തള്ളിക്കളയുന്നതിൻ്റെ പാതി പറക്കിയെടുത്ത് 2 വലി വലിച്ചു നോക്കും, കൊള്ളാം, കുഴപ്പമില്ല, ഇത് വലിച്ചാലേ ഞാൻ ആണാവത്തുള്ളൂ. ഇത് ഫ്രണ്ട്സുകളുടെ വാക്കുകൾ. എടാ, നീ ആണാണെങ്കിൽ ഇത് വലിക്കടാ. ഞാൻ കേട്ടോണ്ട് നിന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് ആൻറ്റിക്ക് എന്തിൻ്റെ ഉഴപ്പാന്ന് എന്നോട് ചോദിച്ചു. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. എനിക്കെന്തിൻ്റെ ഉഴപ്പാ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ മുറിവീടി വലിച്ച്, നിങ്ങൾ വലിച്ചു തള്ളുന്ന സിഗരറ്റിൻ്റെ പാതി വലിച്ച്
അത് പുകച്ച് തള്ളി നോക്കുമ്പോൾ പുക പിന്നെ എങ്ങനെയൊക്കെ പോകണമെന്നായി സിഗരറ്റിൻ്റെ പുക. പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് വിടുന്നു, പിന്നെ ഇങ്ങനെ പാമ്പ് പോലെ വളച്ച് വിടുന്നു, പിന്നെ എന്തുവാ ഈ പിന്നെ മഞ്ഞ് പോകുന്ന പോലെ വിടുന്നു. ഇങ്ങനെയൊക്കെ ശീലം അങ്ങോട്ട് തുടങ്ങി ആ മുറിവീടി മുക്കാബീടിയാവും, മുക്കാബീടി മുഴുവീടിയാവും. പിന്നെ അത് മറ്റുള്ള ഇതാവും. ഇതിനേക്കാളും ലഹരിയില്ല അതാണെന്ന് പറയും. പിന്നെ ചുണ്ടിൽ വെക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങും. ഇത്രയും നാൾ സിഗരറ്റല്ലേ വലിച്ചത്, ഇത്രയും നാൾ ബീഡിയല്ലേ വലിച്ചത്, എന്നാൽ പിന്നെ ഇത് ഇച്ചിരി വെച്ച് നോക്കാം, അപ്പോൾ ഇത് കൊള്ളാം. അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ അടുത്തത് ഇത് അതിനേക്കാളും കൊള്ളാം. അപ്പോൾ അതും ഇതുമൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനേക്കാളും ഇത് കൊള്ളാം. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ തന്നെയല്ലേ ഇതിന് കാരണക്കാർ? ആണോ? പിന്നെ ഫ്രണ്ട് പേജിൽ വരവായി കൊച്ചിൻ്റെ ഫോട്ടോ, കൊച്ചുങ്ങൾ പോലീസ് തിരക്കി നടപ്പായി, പോലീസുകാർ പിടിക്കലായി, പോലീസ് പിടിച്ചു കഴിയുമ്പോൾ എൻ്റെ മോനല്ലെന്നായി, പിന്നെ അതിൽ പ്രശ്നമായി, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ലെന്നായി, പിന്നെ അവൻ്റെ ജീവിതം പോയി. എന്തിന്? പെൺപിള്ളേർ അങ്ങനെ, ആൺപിള്ളേരങ്ങനെ. വേറൊരു വീഡിയോയിൽ കണ്ട് പെൺകുട്ടികളിരുന്ന് ബിയർ കുടിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ സിഗരറ്റും ബീഡിയും ഒക്കെ വലിക്കുന്നവരുടെ എനിക്കാണെങ്കിൽ പിന്നെ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഈ ബീഡി വലിക്കുന്നു? ഇതിൻ്റെ പുക അടിച്ചാൽ തന്നെ ചുമച്ച മനുഷ്യൻ്റെ അണ്ടങ്ക് ഈ തൊണ്ടയിൽ എന്തോ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന കണക്കാ ഫീലാവുന്നത്. ഇവർക്ക് ചുമ വരില്ലേ? ഇവർക്ക് ഈ ഛർദ്ദിക്കാൻ വരില്ലേ? ഈ നാറ്റം എങ്ങനെ സഹിക്കുന്നു? ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഞാൻ ബസ്സിനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അതായത് പോത്തങ്കോട് കുറച്ച് വർഷങ്ങളായി. അവിടത്തേക്ക് കാത്തു നിന്ന സമയത്ത് അന്ന് ഞാൻ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ അമ്മയുണ്ട്. ഒരുത്തൻ അന്തസ്സായിട്ട് പുകച്ചിങ്ങനെ തള്ളി. ഈ പുക ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ചുമച്ച് നമ്മുടെ പൊതുസ്ഥലത്തൊന്നും ബീഡി വലിക്കാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. ഇങ്ങാരെ അങ്ങോട്ട് പുകച്ചങ്ങോട്ട് തള്ളി. ചുമയെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, ഞാനങ്ങ് ചുമച്ച് ഛർദ്ദിച്ച്. അന്തസ്സായിട്ടൊരു പോലീസ് വണ്ടി വന്ന് നിർത്തി ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടങ്ങ് പോയി. മനുഷ്യർ നിൽക്കുന്നിടത്താണോടാ പുകച്ച് തള്ളുന്നതെന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം തന്നെ അവനെ പൊക്കിക്കൊണ്ടങ്ങ് പോവുകയും ചെയ്തു. അത് ആ സമയത്തെന്ന് പറഞ്ഞാൽ പുകയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം. നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല, അല്ലാതെ തന്നെ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോവുമായിരുന്നു. അതങ്ങനെ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഓരോന്ന് വഴി ഒരുക്കി കൊടുത്തിട്ട് പിന്നെ വളയുന്നില്ല, നേരെയാവുന്നില്ല. നമ്മൾ തന്നെ വളച്ച് ഒടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിട്ട് പിന്നെ നേരെയാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമായോ? പിന്നെ അവർക്ക് ധൈര്യമാവും. അവർ കണ്ണാടിയുടെ മുന്നേ വയ്ക്കുമ്പോൾ നെഞ്ചിനൊക്കെ നല്ല വിരിവുണ്ട്, കൊള്ളാം, ഇച്ചിരി മസിലൊക്കെ വന്നു, കൊള്ളാമല്ലോ, നമുക്ക് ഇച്ചിരി മസിലൊക്കെ വന്നു. തലയൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി അടിപൊളി ഹെയർ സ്റ്റൈല് 10 പേര് കണ്ടാൽ നോക്കും, പെൺപിള്ളേർ കറങ്ങും, അടിപൊളി, അങ്ങനൊരു ചിന്തയാവും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് കാണാം മൂക്കിന് താഴെ 5-6 മീശ കുരിപ്പ് വന്ന്, ഷർട്ട് ഊരി നോക്കുമ്പോൾ നെഞ്ചത്തൊക്കെ 5-6 രോമ. അപ്പം നമ്മൾ ആണായി കൺഫേം. പിന്നെ മീശ പിരിച്ച് വെപ്പായി, മീശ താത്ത് വെപ്പായി. പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചൊക്കെ തടവി നോക്കുമ്പോൾ നല്ല മസിലൊക്കെ ഇങ്ങനെ പൊന്തി നല്ല അടിപൊളിയായിട്ട് സെറ്റായി നിൽക്കുന്നു. പിന്നെ തന്ത എന്തെങ്കിലും ചോദിക്കുമ്പോൾ വേണ്ട അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോണം. തന്തയൊക്കെ കാര്യം ശരിയാ, എന്നെ നിയന്ത്രിക്കാൻ വന്നാൽ കാലേ വാരി ഞാൻ തറയിലടിക്കും എന്നായി. പിന്നെ വാക്കുകൾ. പിന്നെ തള്ളയുടെ നേർക്കായി വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ കെട്ടിയോനെ മര്യാദയ്ക്ക് നിലനിർത്തിക്കണം, നേരെ നിർത്തിക്കണം. കെട്ടിയോനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേ എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കല്ലേ എന്ന് പറയും. അപ്പോൾ പിന്നെ തള്ളയാരായി? അതായി. പിന്നെ തള്ള അങ്ങോട്ട് പറയുകയാണെങ്കിൽ ആണ്ടേ നിങ്ങൾക്ക് പെണ്ണും പിള്ളേ വേണമെന്നുണ്ടെങ്കിൽ മാനവ മര്യാദയ്ക്ക് നിർത്തിയേക്കണം. അല്ലാണ്ട് ഞാൻ പലയിടത്തും പോവുകയും വരെയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിയോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാനൊന്നും പറ്റത്തില്ല. പറഞ്ഞേ അമ്മയൊക്കെ കാര്യം ശരിയാ. അപ്പോൾ അങ്ങാരി ചോദിക്കടാ അത് നിൻ്റെ തള്ളയല്ലേ? ആണെങ്കിൽ അപ്പോൾ എടാ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ? ഞാൻ പറഞ്ഞോ എന്നെ വളർത്തേ?
നിങ്ങൾക്ക് ഏതാണ്ട് തോന്നിയിട്ട് പെറ്റി വെച്ചിട്ട് എന്നെ പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആരായി തെറ്റുകാർ? ഈ തള്ളയും തന്തയായി തെറ്റുകാർ. ഇങ്ങനാവും മക്കളെ. നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും നല്ലത്, ഞാൻ ഹിന്ദുവാണ്, പക്ഷേ എങ്കിലും ഞാൻ ഈ ബൈബിളും ഖുറാനും ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് ചില നല്ല വാക്കുകൾ നമ്മൾ അനുസരിക്കുന്ന, അത് ഖുറാനാവട്ടെ ബൈബിളാവട്ടെ അല്ലെങ്കിൽ രാമായണമാവട്ടെ മഹാഭാരതമാവട്ടെ ഏതാണെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുള്ള ഏത് പുസ്തകത്തിലെ കാര്യങ്ങളാണെങ്കിലും അതിലെ ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ മറന്നു പോകണമെന്നല്ല. അതിൽ നല്ല വാക്കുകളുണ്ടെങ്കിൽ, നല്ലതുണ്ടെങ്കിൽ അതിനെ എടുക്കുകയും ചീത്തയുണ്ടെങ്കിൽ അതിനെ നമ്മൾ പുറന്തള്ളുകയും ചെയ്യണം. അതിൽ ബൈബിളിലൊരു വാക്കുണ്ട്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിച്ച് കേൾക്കുന്ന മുട്ടാടിൻ്റെ മേധസ്സിനേക്കാളും നല്ലത്. എന്തിനാ അത് പറയുന്നത്? അനുസരണ എന്ന് പറയുന്നത് അത് അത്ര നല്ലതാണ്. നമ്മൾ അനുസരിച്ചാൽ നമ്മൾ വളരും, അനുസരണക്കേട് കാണിച്ചാൽ വളയും, നമ്മൾ താഴോട്ട് തന്നെ പോകും. എടാ മക്കളെ, ഇരുന്ന് പഠിക്ക്, 10ാം ക്ലാസ് പാസ്സാവ്. നീ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിക്കാതെ ഇത് കളിക്കാതെ. തോറ്റു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെയാണ് വന്നത്. എടാ നിൻ്റെ കൂടെയുള്ളവർ ജയിച്ച്, ആ സ്കൂളിലുള്ള പിള്ളേർ ജയിച്ച്, നീ ജയിച്ചില്ല. അപ്പോൾ അവർക്ക് എന്താ വേറെ പഠിപ്പിച്ചതോ? നിന്നെ എന്തോ വെളിയിൽ കളഞ്ഞിരുന്നോ പഠിക്കാൻ നേരത്ത്? നീ പഠിച്ചത് തന്നെയല്ലേ അവനും പഠിച്ചത്. നീ ഇന്നൊക്കെ ക്ലാസ് എടുത്ത പോലെ തന്നെ അവനും ക്ലാസ് എടുത്തത് ആണോ? അവൻ നോട്ട് എഴുതിയത് തന്നെയല്ലേ നീ നോട്ട് എഴുതിയത്? പിന്നെ എങ്ങനെ തോറ്റു? അതിനകത്തില്ലാത്ത ചോദ്യങ്ങൾ വന്നു. നോക്കുമ്പോൾ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10ൽ 8 ജയിക്കും, 2 തോറ്റു. കാരണം അവനും കൂട്ടുകാരനാ, തോറ്റവനും ഇവനും ഒരേ കൂട്ടുകാരാ. എങ്ങനെ തോക്കാതിരിക്കും? കണ്ട പാടത്തും പറമ്പിലും പിന്നെ മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനും ക്ലാസ് കട്ട് ചെയ്ത് പിന്നെ തിയേറ്ററിൽ പോകാനും കൂട്ടുകാരോടൊത്ത് കറങ്ങാനും ബീച്ചിൽ പോകാനും നമുക്ക് സമയമുണ്ട്. കുത്തിയിരുന്ന് പഠിക്കാൻ സമയമില്ല. അപ്പോഴും കുറ്റം സാറിന്. ഈ ക്വസ്റ്റ്യൻ അടിച്ചവൻ്റെ മേലായി തെറ്റ്. ഇതാണ് നമ്മുടെ ലോകം. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ജനിച്ച്, നമുക്കൊരു കൂനോ കുരുടോ ഒരു കുഴപ്പമില്ലാതെ ജനിച്ച് നമുക്ക് നല്ലൊരു നിലയിൽ നമ്മൾ എത്താൻ വേണ്ടി എന്തോരം ആഗ്രഹിക്കും. നല്ലൊരു നിലയിൽ നമ്മുടെ മക്കളെത്തണം. പിന്നെ അന്ന് ഇതിൽ വേറൊരു കാര്യങ്ങൾ ഉണ്ട്. എൻ്റെ ഒരു കുട്ടി വയ്യാതെ ആശുപത്രി കിടന്നപ്പോൾ, ICUവിൽ കിടന്നപ്പോൾ ഇവൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും എനിക്കറിയുന്നില്ലായിരുന്നു. കാരണം അവിടെ ചെന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ 10-21 പേര് ഒരു സൈഡിൽ കിടക്കുന്നു. 10-21 22 പേര് കാണും. ഒരു സൈഡ് സർജിക്കൽ ICUവിൽ കിടന്നപ്പോഴും നമുക്ക് ഇവനെ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് എങ്ങനെ കണ്ടുപിടിച്ചതെന്നറിയാമോ? അവർ പറഞ്ഞു അങ്ങേ അറ്റത്താണ് മാഡം നിങ്ങളുടെ മകൻ കിടക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങോട്ട് പോകണം, അങ്ങ് ലാസ്റ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ 3 കൊച്ചു പിള്ളേർ കിടക്കുന്നു. അപ്പം എനിക്കറിയില്ല ഇത് ഏതാണ്. ഇവർ അങ്ങ് പോകും മാഡം എന്നേ പറഞ്ഞില്ല, നിങ്ങളുടെ മോൻ്റെ അടുത്തോട്ട് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചപ്പം നമുക്കറിയാലോ, നമ്മുടെ കുട്ടിയെ നമ്മൾ തൊടുമ്പോൾ നമുക്കറിയാം. അല്ലാണ്ട് മുഖത്തിൻ്റെ രൂപമോ ശരീരത്തിൻ്റെ രൂപമോ ഒന്നും വെച്ച് കണ്ടുപിടിക്കാക്കത്തില്ല. കാരണം മൊത്തത്തിൽ മറച്ചിട്ടിരിക്കുക. പിന്നെ അതുമല്ല, തലയിലൊരു വലിയൊരു ഇതും വെച്ച് മുഖത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വെച്ചിരിക്കുന്നുണ്ട്. നമുക്കറിയാനും പറ്റുന്നില്ല ആളെ ഏതാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാനും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായി. ഞാനങ്ങനെ തൊട്ട് നോക്കി എൻ്റെ കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഗതികേടായി. അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം അത് കഴിഞ്ഞ് ട്രോമ ICUവിലേക്ക് മാറ്റി. കാരണം സർജിക്കൽ ICUവിൽ കിടക്കുമ്പോൾ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് പിന്നെ മുഖമൊക്കെ വീങ്ങി കെട്ടിയിരിക്കുകയല്ലേ, നമുക്കൊന്നും മനസ്സിലാവത്ത് പോലുമില്ല. പിന്നെ സർജിക്കൽ ICUവിൽ കൊണ്ടുപോയി, സർജിക്കൽ ICUന്ന് ട്രോമ ICUവിലേക്ക് മാറ്റി. ആ സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, പൊടി മക്കൾ, പിന്നെ ഇവൻ 17 വയസ്സ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ 18 വയസ്സ്, ഒരു 20 വയസ്സ്, പിന്നെ ഒരു 14 വയസ്സുള്ളൊരു മോനും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, കാണണം മക്കളെ.
നമുക്കറിയുന്നില്ല പൊന്നു മക്കളുടെ അവസ്ഥ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് കയറി കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ ആ ICUവിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡെഡ് ബോഡി കിടക്കത്തില്ലേ, അതുപോലെ മൊത്തത്തിനെയും ഈ ഇത് എന്തുവാ വെള്ള തുണി വെച്ചാൽ അവരുടെ ദേഹത്ത് ഇട്ടിരിക്കുന്ന വെള്ള തുണിയാണ്, നമ്മൾ മേടിച്ചു കൊടുക്കണം, വെള്ള കോട്ടൻ്റെ തുണി. ആ തുണി ചൂടിക്കിടക്കുന്ന ഡെഡ് ബോഡിയാണെന്നേ പറയൂ. അതുപോലെയായിരുന്നു കിടക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഇടിപ്പ്, എൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് എനിക്ക് തന്നെ കേൾക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തെറിച്ച് വന്നിങ്ങനെ നമ്മുടെ കഴുത്തിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് ഹാർട്ട് പോകുന്ന പോലെയാണ്. നമ്മുടെ ഉടുപ്പൊക്കെ ഇങ്ങനെ തെറിക്കും, പടാ പടാ പടാന്ന്. ഒരു കുറച്ച് നേരം നിന്നാൽ നമുക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടിയിട്ട് നമുക്ക് തന്നെ ഒരു മാതിരിയാവും. നമുക്ക് പിന്നെ ചെവത്തയൊന്നുമില്ല. പിന്നെ ഇനി ആരെന്തൊക്കെ ചോദിച്ചാലും ഇങ്ങനെ ചത്ത ശവം പോലെ നിൽക്കാന്നല്ലാണ്ട് കമാശിമാന്നൊരക്ഷരം വരത്തില്ല. അപ്പം നമ്മളുടെ ആ ഒരു കാലഘട്ടം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഈ ബൈക്ക് മേടിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ച് നമുക്കൊരു അഭിമാനം. എൻ്റെ കൊച്ച് 8ാം ക്ലാസ്സിലാണ്, അവൻ അടിപൊളിയായിട്ട് ബൈക്ക് ഓടിക്കും. 9ാം ക്ലാസ്സിലാണ്, അടിപൊളിയായിട്ട് ബൈക്ക് ഓടിക്കും. എൻ്റെ മക്കളെ ഇങ്ങനെ ഓടിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഇങ്ങനെ ഓടിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ആ കുഞ്ഞ് പിന്നീട് ഒരിക്കലും നിങ്ങളറിയാതെ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. സമയം ശരിയല്ലെങ്കിൽ അവൻ്റെ ഗതി അതോ ഗതി. എന്തിന് അങ്ങനെ ഒരു സീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഏതെങ്കിലും മാതാപിതാക്കൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സിഗരറ്റ് മേടിക്കാൻ പറഞ്ഞു വിടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ഒരു സാധനവും പൊടി മക്കളെ കൊണ്ട് മേടിപ്പിക്കാതിരിക്കുക. എനിക്കിതേ പറയാനുള്ളൂ. എനിക്കും ഉണ്ടൊരു മോന്. ഒരു കാരണവശാലും